NCERT 12ാം ക്ലാസ് മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്കിൻ്റെ 6ാമത്തെ ചാപ്റ്ററായ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിലെ മാക്സിമം ആൻഡ് മിനിമം എന്നുള്ള സെക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നിരുന്നത്. മിസ്സലേനിയസ് എക്സസൈസിലെ 17ാമത്തെ ക്വസ്റ്റ്യനാണ് നമുക്കിനിയും ചെയ്യാനുള്ളത്. ഇവർ പറഞ്ഞിരിക്കുന്നത് ഒരു സ്ഫിയറുണ്ട്. ആ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിക്കുമ്പോൾ അങ്ങനെ മനസ്സിലാക്കുന്നത്, ആ സ്ഫിയറിനകത്ത് ഒരു സിലിണ്ടർ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നു. ഫൈൻഡ് ദ മാക്സിമം വോളിയം ദാറ്റ് ക്യാൻ ബി ഇൻസ്ക്രൈബ്ഡ് എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫിഗർ ഒന്ന് വരയ്ക്കാം. ഇവിടെ ഇതാണ് നമ്മുടെ സിലിണ്ടറിൻ്റെ ഹൈറ്റ്, ഇതാണ് സർക്കിളിൻ്റെ സെൻറ്റർ, ഇത് സർക്കിളിൻ്റെ റേഡിയസ് ആണ്. തന്നിരിക്കുന്നതനുസരിച്ച് അത് ക്യാപിറ്റൽ ആർ ആണ്. ഇത് സിലിണ്ടറിൻ്റെ റേഡിയസ് സ്മോൾ ആർ. ഇത് സിലിണ്ടറിൻ്റെ ഹൈറ്റാണ് എച്ച്, സ്മോൾ ലെറ്റർ എച്ച്. ഇതാണ് നമ്മുടെ സിലിണ്ടറിൻ്റെ ഹൈറ്റ്. സോ നമുക്കറിയാം സെൻറ്റർ ആണത് പകുതി വെച്ച് h/2 ആകും. അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ ഉണ്ട് OAB. ഇതൊക്കെ കണക്ക് ചെയ്യാൻ വളരെ ആവശ്യമായ ഫിഗേഴ്സാണ്. എന്താ പ്രൂവ് ചെയ്യേണ്ടതെന്ന് നോക്കാം. പ്രൂവ് ചെയ്യേണ്ടത് വോളിയം കണ്ടോ, വോളിയം ദാറ്റ് ക്യാൻ ബി ഇൻസ്ക്രൈബ്ഡ് എന്നാ പറയുക. ഫൈൻഡ് ദ മാക്സിമം വോളിയം ദാറ്റ് ക്യാൻ ബി ഇൻസ്ക്രൈബ്ഡ്. അപ്പം വോളിയം ഓഫ് ദ സിലിണ്ടർ മാക്സിമം ആണെന്ന് കാണിക്കണം. അതാണ് നമ്മുടെ ഒന്നാമത്തെ ജോലി. രണ്ടാമത്തെ ജോലി അവർ പറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ, ഹൈറ്റ് ഈസ് ഈക്വൽ ടു 2r/√3. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രൂവ് ചെയ്യാനുള്ളത്. സോ നമുക്ക് ട്രയാങ്കിൾ OAB ഒന്ന് എടുക്കാം. ട്രയാങ്കിൾ OB എടുക്കുന്നു. നമുക്കറിയാം പൈതഗോറസ് തിയറം അനുസരിച്ച് OB² ഈസ് ഈക്വൽ ടു OA² പ്ലസ് AB². പൈതഗോറസ് തിയറമാണ്. OBയുടെ വാല്യൂ ഉണ്ട്. നമ്മുടെ സ്ഫിയറിൻ്റെ റേഡിയസ് ആണ്, അത് R² ഈസ് ഈക്വൽ ടു OA. അപ്പം OA² എന്ന് പറയുന്നത്, OA എന്ന് പറയുന്നത് h/2 ആയിരിക്കും. അപ്പോൾ h/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് AB². AB എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ ആർ, നമ്മുടെ സിലിണ്ടറിൻ്റെ റേഡിയസ് ആണ്. ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. സോ R² വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. R² ഈസ് ഈക്വൽ ടു R² മൈനസ് ഈ h/2നെ അപ്പുറത്ത് കൊണ്ടുപോവുക, മൈനസ് h²/4. അങ്ങനെ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുന്നു. R² വാല്യൂ കണ്ടുപിടിച്ചു. നമുക്കെന്താ കണ്ടുപിടിക്കേണ്ടത്? വോളിയം ഓഫ് ദ സിലിണ്ടർ ഈസ് മാക്സിമം എന്നായിരുന്നു കണ്ടുപിടിക്കേണ്ടത്. സോ വോളിയം ഓഫ് ദ സിലിണ്ടറിൻ്റെ ഫോർമുല നമുക്കൊന്ന് എഴുതാം. V is equal to pi r² h. So V is equal to pi into r². R²ൻ്റെ വാല്യൂ ഇക്വേഷൻ നമ്പർ 1 തൊട്ട് മുകളിൽ പറഞ്ഞിട്ടുണ്ട്. R² മൈനസ് h²/4 ഇൻറ്റു h. ഇതെല്ലാം നമ്മൾ നേരത്തെ പല ക്വസ്റ്റ്യനിൽ ചെയ്ത ക്വസ്റ്റ്യൻസുമായിട്ടൊക്കെ വളരെ സാമ്യമുള്ളതാണ്. പൈ ഇൻറ്റു r², എച്ചിൻ്റെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, r² മൈനസ് h³/4. സ്റ്റെപ്പുകളൊക്കെ ഓർമ്മയുണ്ടാകും. ഇല്ലെങ്കിൽ നമ്മുടെ പാർട്ട് 1 വീഡിയോയിലൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ dv/dh കണ്ടുപിടിക്കുകയാണ്. പൈ ഇൻറ്റു r²h, എച്ചിൻ്റെ ഡെറിവേറ്റീവ് 1 മൈനസ് h³ ഡെറിവേറ്റീവ് 3h²/4. ഇതാണ് നമ്മുടെ dv/dh. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ d²v/dh² കണ്ടുപിടിക്കണം. ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു r² ഡെറിവേറ്റീവ് 0 ആണ്, 0 മൈനസ് 3 ഇൻറ്റു h² ഡെറിവേറ്റീവ് 2h/4 ആണ്. ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു നമുക്കൊന്ന് ചുമ്മാ അകത്തോട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് പുറത്തുണ്ട്, മൈനസ് ഇൻറ്റു 2 ഇൻറ്റു 3 6h/4. 2 കൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ 3 2 കൊണ്ട് ക്യാൻസൽ ചെയ്ത് 2 ഇതെന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു മൈനസ് 3πh ആണ്. നെഗറ്റീവ് വാല്യൂ h/2 ആണ്. നെഗറ്റീവ് വാല്യൂ ആണ്, നമുക്ക് ഒറ്റയടിക്ക് തന്നെ മനസ്സിലാകുന്ന കാര്യമാണ്. സോ അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ് dv/dh ഈസ് ഈക്വൽ ടു 0 കൊടുക്കുക. ഈ സ്റ്റെപ്പിൽ നിന്ന് എച്ചിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ പൈ ഇൻറ്റു r² മൈനസ് 3h² /4 ഈസ് ഈക്വൽ ടു 0 കൊടുക്കുന്നു. പൈ ഈസ് ഈക്വൽ ടു 0 ആവില്ല. സോ r² മൈനസ് 3h²/4 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇവിടെ നിന്ന് നമുക്ക് എച്ചിൻ്റെ വാല്യൂ അല്ലെങ്കിൽ കണ്ടുപിടിക്കാം. r² ഈസ് ഈക്വൽ ടു 3h²/4. അവിടെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 3h² ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ഈസ് ഈക്വൽ ടു 4r² ഇംപ്ലൈസ് h² ഈസ് ഈക്വൽ ടു 4r²/3 കിട്ടും. എച്ചിൻ്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. സോ രണ്ട് സൈഡിലും റൂട്ട് എടുക്കുക. 4ൻ്റെ റൂട്ട് 2 ആണ്, r²ൻ്റെ റൂട്ട് 6 ആണ്, താഴെ 3 ഉണ്ട് ഡിനോമിനേറ്ററിൽ. 3യുടെ റൂട്ട് എന്ന് പറഞ്ഞാൽ √3 ആണ്. അങ്ങനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 കിട്ടി, എച്ചിൻ്റെ വാല്യൂ കിട്ടി. നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ഓർമ്മയുണ്ടല്ലോ, ഈ സെക്കൻഡ് ഡെറിവേറ്റീവ്, അതായത് d²v/dh²
നമുക്ക് ഇപ്പോൾ കിട്ടിയ എച്ചിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. -3π ഇൻറ്റു ഇപ്പോൾ കിട്ടിയ എച്ചിൻ്റെ വാല്യൂ 2r/√3 ഇൻറ്റു താഴെ ഓൾറെഡി ഒരു 2 ഉണ്ട്. 2 2 ക്യാൻസൽ ആയി പോവും. -3πr/√3. വേണമെങ്കിൽ ഈ 3 ഒക്കെ ക്യാൻസൽ ചെയ്യാം, അതിൻ്റെ കാര്യമില്ല. കാരണം ഇതൊരു നെഗറ്റീവ് വാല്യൂ വന്ന് നമുക്ക് കിട്ടി. നെഗറ്റീവ് വാല്യൂ <0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം വി എന്ന് പറയുന്നത് എന്താണ്? വോളിയം ഈസ് മാക്സിമം എന്ന് പറയുന്നത്. വോളിയം എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ദ സിലിണ്ടർ ഈസ് മാക്സിമം എന്നാണ് നമ്മുടെ ഫുള്ളായിട്ട് നമ്മൾ എഴുതുമ്പോൾ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പാർട്ട് നമുക്ക് ഇവിടെ കിട്ടി. അറ്റ് h = നമുക്ക് ഏത് വാല്യൂ കൊടുത്തപ്പോഴാണ് അത് കിട്ടിയത്? 2r/√3. നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനെയൊക്കെ അപേക്ഷിച്ച് വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ്. താരതമ്യേന ഈസിയാണ്, പഠിച്ചോണം. 18ാമത്തെ ക്വസ്റ്റ്യൻ ഇച്ചിരി ലെങ്തിയാണ്, എന്നാലും നമുക്കത് വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഇവിടെ ഇവർ പറഞ്ഞിരിക്കുകയാണ്, അതായത് ഒരു കോൺ ഉണ്ടായിരുന്നു. ആ കോണിൻ്റെ ഉള്ളിൽ ഒരു സിലിണ്ടർ ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുന്നു. നമ്മൾ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യനിൽ നിന്ന് ഇച്ചിരി ലെങ്തിയുമാണ്, ഇച്ചിരി ട്രിക്കിയുമാണ്. അതുകൊണ്ട് തന്നെ ക്ഷമയോടെ തന്നെ ക്വസ്റ്റ്യനെ സമീപിക്കണം. അവസാന പോർഷനൊക്കെ വളരെ ക്ഷമയോടുകൂടി ചെയ്താൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ആൻസർ കിട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മുടെ കോണിനകത്ത് നമ്മൾ സിലിണ്ടർ വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. നമ്മുടെ താഴെ വരുന്ന ഇതാണ് നമ്മുടെ കോണിൻ്റെ ഹൈറ്റ്, ഇതാണ് കോണിൻ്റെ റേഡിയസ്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുകയാണ് ഈ കോണിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ സ്മോൾ h ആണെന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇനി സെമി വെർട്ടിക്കൽ ആംഗിൾ പറഞ്ഞിട്ടുണ്ട്, മുകളിലുള്ള ആംഗിളിൻ്റെ പകുതി, അത് ആൽഫയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇത് നമ്മുടെ റേഡിയസ്, സിലിണ്ടറിൻ്റെ റേഡിയസാണ്. ഇത് നമ്മുടെ കോണിൻ്റെ റേഡിയസാണ്. ഇതിൻ്റെ ഈ ഒരു നമ്മുടെ കോണിൻ്റെ റേഡിയസാണ്. അതിനെ ക്യാപിറ്റൽ R എന്ന് വിളിക്കുന്നു. ഇനി മൊത്തം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ h ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഹൈറ്റ്, ഇത് നമ്മുടെ സിലിണ്ടറിൻ്റെ ഹൈറ്റ്, അതിനെ നമ്മൾ h1 എന്ന് വിളിക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേര് നമുക്ക് വിളിക്കാം. തൽക്കാലം h1 എന്ന് നമുക്ക് പേരിടാം. അത് ഇനി എന്താ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതെന്ന് നോക്കാം. സോ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? അവർ പറഞ്ഞിരിക്കുന്നു ഗ്രേറ്റസ്റ്റ് വോളിയം, ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ ഓഫ് ഗ്രേറ്റസ്റ്റ് വോളിയം. അതായത് വോളിയം ഓഫ് ദ സിലിണ്ടർ മാക്സിമം ആണെന്ന് പ്രൂവ് ചെയ്യണം. അതോടൊപ്പം ആ ലാസ്റ്റ് സെൻറ്റൻസ് ഗ്രേറ്റസ്റ്റ് വോളിയം ഓഫ് സിലിണ്ടർ, അതായത് മാക്സിമം വോളിയം ഈസ് ഈക്വൽ ടു 4/27 ഇൻറ്റു പൈ ഇൻറ്റു h³ ഇൻറ്റു tan² ആൽഫ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഒറ്റയടിക്ക് നമുക്ക് വലിയ ടഫായിട്ടൊക്കെ തോന്നുമെങ്കിലും ക്വസ്റ്റ്യൻ പൊതുവേ അത്ര ഒത്തിരി ടഫല്ല, ഇച്ചിരി ട്രിക്കിയാണെന്ന് മാത്രം. നമുക്ക് ആദ്യമേ വോളിയം ഓഫ് ദ സിലിണ്ടർ ഒന്ന് എഴുതി നോക്കാം. വോളിയം ഓഫ് ദ സിലിണ്ടർ നമ്മൾ നേരത്തെ അതിൻ്റെ ഫോർമുല നമ്മൾ പലപ്പോഴും എഴുതിയിട്ടുണ്ട്. വോളിയം ഓഫ് ദ സിലിണ്ടർ ഈസ് ഈക്വൽ ടു πr²h. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ r² വാല്യൂ, അല്ലെങ്കിൽ ഈ h എന്ന് പറഞ്ഞാൽ ശരിക്കും h1 ആണ്, സിലിണ്ടറിൻ്റെ ഹൈറ്റാണ്. ആ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കാനുള്ളതാണ് നമ്മുടെ അടുത്തൊരു ശ്രമം. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഈ ഫിഗറിൽ നിന്ന് 2 ട്രയാങ്കിൾ എടുത്തെഴുതാം. ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ ADE. ഈ 2 ട്രയാങ്കിൾ സിമിലറാണ്. അതിൻ്റെ റീസൺ ഒന്നും അങ്ങനെ കാണിക്കണ്ട, കാരണം ഇതും രണ്ടും കണ്ട 2 കറസ്പോണ്ടിങ് ആംഗിൾസ് ഉണ്ട്, 2 ആംഗിൾ 90 ഡിഗ്രി ഉണ്ട്, ആംഗിൾ ആൽഫ കോമൺ ആണ്. നമ്മളങ്ങനെ റീസൺ ഒന്നും അങ്ങനെ പറയണമെന്നില്ല, കാരണം ഇതൊക്കെ വലിയ സ്റ്റെപ്പിലോട്ട് പോകും. 10ാം ക്ലാസ്സിൽ പഠിച്ചതാണ് ഈ സിമിലാരിറ്റി. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് സിമിലർ ആണെന്ന് ട്രയാങ്കിൾ ABC സിമിലർ ടു ട്രയാങ്കിൾ AD എന്ന് മാത്രം നമ്മൾ എഴുതിയാൽ മതി. കറസ്പോണ്ടിങ് പാർട്സ് ഈക്വൽ ആയിരിക്കും, പ്രൊപ്പോർഷണൽ ആയിരിക്കും കറസ്പോണ്ടിങ് സൈഡ്സ്. അപ്പോൾ നമ്മളതൊന്ന് എഴുതുക. BC/DE ഈസ് ഈക്വൽ ടു AB/AD. BC/DE ഈസ് ഈക്വൽ ടു AB/AD. അതൊന്ന് എഴുതുക. നമ്മൾ 10ലൊക്കെ ധാരാളം ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ളതാണ്. ഇംപ്ലൈസ് ഓരോ വാല്യൂ നമ്മളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ് BC? ഇതാണത് BC. BC എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ r/DE. എന്താ DE? DE എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ R ഈസ് ഈക്വൽ ടു AB. AB എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ AB പറഞ്ഞിട്ടുണ്ട്. ഈ മൊത്തം ഹൈറ്റ് h ആണ്, അതിൽ ഇത്രയും h1 ആണ്. അപ്പോൾ AB എന്ന് പറയുന്നത് hൽ നിന്ന് ഈ h1 കുറയ്ക്കുന്നതാണ്. സോ h മൈനസ് hൽ നിന്ന് ഈ h1 കുറയ്ക്കുന്നതാണ് നമ്മുടെ AB എന്ന് പറയുന്നത്. സോ h മൈനസ് h1 അതാണ് നമ്മുടെ AB. അത് നമ്മളൊന്ന് എഴുതണം. h മൈനസ് h1 ബൈ. ഇനി നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? AD. AD എന്ന് പറഞ്ഞാൽ ഈ ഹോൾ ഹൈറ്റാണ്. ആ മുഴുവൻ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ h ആണ്. h
ഇവിടെ നിന്ന് H1-ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതാണ് നമുക്ക് വേണ്ടത്. അല്ലെങ്കിൽ ആറിൻ്റെ വാല്യൂ. നമ്മൾ H1-ൻ്റെ വാല്യൂ എന്ന് കണ്ടുപിടിക്കുന്നത്. സോ H1 ഈസ് ഈക്വൽ ടു, അത് കണ്ടുപിടിക്കണം. നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. HR ഈസ് ഈക്വൽ ടു H ഇൻറ്റു ക്യാപിറ്റൽ R മൈനസ് H1 ഇൻറ്റു R. സോ അവിടെ നിന്ന് നമുക്ക് H1-ൻ്റെ വാല്യൂ കിട്ടും. H1 ഇപ്പുറത്ത് കൊണ്ടുവരിക. H1 ഇൻറ്റു R ഈസ് ഈക്വൽ ടു H ഇൻറ്റു ക്യാപിറ്റൽ R മൈനസ് H ഇൻറ്റു സ്മോൾ r. H കോമൺ രണ്ടിടത്ത് H ഉണ്ട്. H കോമൺ എടുക്കുക. H ഇൻറ്റു ക്യാപിറ്റൽ R മൈനസ് സ്മോൾ r. അങ്ങനെ നമുക്ക് പറയാം H1 ഈസ് ഈക്വൽ ടു H ഇൻറ്റു ക്യാപിറ്റൽ R മൈനസ് സ്മോൾ r ഡിവൈഡ് ബൈ H1, അല്ലെങ്കിൽ ഡിവൈഡ് ബൈ R. അപ്പോൾ H1-ൻ്റെ വാല്യൂ കിട്ടി. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. നമ്മുടെ ഈ ഫിഗർ നോക്കുമ്പോൾ നമുക്കറിയാം സിലിണ്ടറിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ H1 ആണ്. അപ്പോൾ വോളിയം ഓഫ് ദ സിലിണ്ടർ നമ്മൾ പറയുമ്പോൾ പൈ ആർ സ്ക്വയർ H1 ഇടുന്നതാണ് നല്ലത്. സോ ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു ആർ സ്ക്വയർ. ആർ സ്ക്വയറിൻ്റെ വാല്യൂ നമുക്ക് മേളിൽ നിന്നും ഇല്ല, പക്ഷേ H1-ൻ്റെ വാല്യൂ നമുക്ക് മുകളിൽ നിന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു H ബൈ ആർ ഇൻറ്റു ക്യാപിറ്റൽ R മൈനസ് സ്മോൾ r. ഇനി നോക്കിയേ, ഈ H ബൈ ആറിനെ നമ്മൾ അങ്ങ് ഔട്ട് സൈഡിൽ കൊണ്ടുവരിക. ആർ സ്ക്വയറിനെ നമ്മൾ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ പൈ ഇൻറ്റു H ബൈ ആർ ഇൻറ്റു ആർ സ്ക്വയറിനെ ബ്രാക്കറ്റിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ക്യാപിറ്റൽ R ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ഇൻറ്റു ആർ ക്യൂബ്. സോ നമുക്ക് വോളിയം അതൊന്നൊന്നുകൂടെ വേണമെങ്കിൽ എടുത്തെഴുതാം. പൈ ബൈ H ബൈ ആർ ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് ആർ ക്യൂബ്. നമ്മുടെ ഓരോ സ്റ്റെപ്പുകൾ ചെയ്യേണ്ട സമയമായി. ആദ്യമേ dV ബൈ dr ചെയ്യണം. ഈസ് ഈക്വൽ ടു പൈ H ബൈ ആർ ഇൻറ്റു ക്യാപിറ്റൽ R ഇൻറ്റു ആർ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2r മൈനസ് ആർ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3r സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുന്നത് മാത്രമേ ഉള്ളൂ. ഇൻറ്റു 2 ക്യാപിറ്റൽ R ഇൻറ്റു സ്മോൾ r മൈനസ് 3r സ്ക്വയർ. ഇപ്പം കിട്ടിയതിൻ്റെ നമ്മുടെ സ്റ്റെപ്പ് 2 ആണ് ചെയ്യേണ്ടത്. ഇപ്പം കിട്ടിയ dV ബൈ dHനെ ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു സ്മോൾ r. d സ്ക്വയർ V ബൈ dr സ്ക്വയർ ഇസ് ഈക്വൽ ടു പൈ H ബൈ ക്യാപിറ്റൽ R ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. ഇൻറ്റു 2r ഇൻറ്റു സ്മോൾ ആറിൻ്റെ ഡെറിവേറ്റീവ് 1 മൈനസ് 3 ഇൻറ്റു ആർ സ്ക്വയർ ഡെറിവേറ്റീവ് 2r. സോ ഇസ് ഈക്വൽ ടു പൈ H ബൈ ആർ ഇൻറ്റു 2r മൈനസ് 6r. അത് സ്മോൾ ലെറ്റർ ആറാണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് dV, നമ്മുടെ തേർഡ് സ്റ്റെപ്പാണ്. dV ബൈ dH ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈസ് ഈക്വൽ ടു 0 കൊടുക്കണം. dV ബൈ dr ഈസ് ഈക്വൽ ടു 0 കൊടുക്കുക. സോ നമുക്ക് പറയാം പൈ H ബൈ ആർ ഇൻറ്റു 2r മൈനസ് 3r സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. ഇംപ്ലീസ് പൈ H ബൈ ആർ 0 ആവില്ല. സോ 2r മൈനസ് 3r സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 കിട്ടും. ഇവിടുന്ന് ആറിൻ്റെ വാല്യൂ കോമൺ എടുക്കുക. അപ്പം r ഇൻറ്റു 2 ക്യാപിറ്റൽ R മൈനസ് 3r ഈസ് ഈക്വൽ ടു 0 കിട്ടും. ഇവിടുന്ന് ആറിന് രണ്ട് വാല്യൂസ് കിട്ടും. ഒന്ന് r ഈസ് ഈക്വൽ ടു 0 കിട്ടും. അതുപോലെ തന്നെ നമുക്ക് പറയാം 2r മൈനസ് 3 സ്മോൾ r ഈസ് ഈക്വൽ ടു 0 ആണെന്ന്. r ഈസ് ഈക്വൽ ടു 0 പോസിബിൾ ആവത്തില്ല, കാരണം റേഡിയസ് ഒരിക്കലും 0 ആവില്ല. റേഡിയസ് 0 ആയാൽ അങ്ങനത്തെ ഫിഗറേ കാണില്ല. സോ r ഈസ് ഈക്വൽ ടു 0 ഈസ് നോട്ട് പോസിബിൾ. സോ നമുക്ക് പറയാം 2r ഈസ് ഈക്വൽ ടു 3r. ഇവിടുന്ന് സ്മോൾ ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. സ്മോൾ r ഈസ് ഈക്വൽ ടു 2 ക്യാപിറ്റൽ R ബൈ 3. ഇക്വേഷൻ നമ്പർ 2. നമ്മുടെ അവസാന സ്റ്റെപ്പ്, നമ്മുടെ നേരത്തെ പറഞ്ഞ റൂൾസിലെ അവസാന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ d സ്ക്വയർ V ബൈ dr സ്ക്വയറിൽ നമ്മൾ ഈ പറഞ്ഞ വാല്യൂസ് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ആറിൻ്റെ വാല്യൂ. d സ്ക്വയർ V ബൈ dr സ്ക്വയർ നമുക്കുണ്ട് പൈ H ബൈ ക്യാപിറ്റൽ R ഇൻറ്റു 2 ക്യാപിറ്റൽ R മൈനസ് 6r. സോ 6 ഇൻറ്റു ആറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2r ബൈ 3 ക്യാൻസൽ ആകും. ദാറ്റ് ഈസ് പൈ H ബൈ R ഇൻറ്റു 2r മൈനസ് 2 ഇൻറ്റു 2r 4r ആണ്. 2r മൈനസ് 4r എന്ന് പറഞ്ഞാൽ മൈനസ് 2r ആണ്. അതെഴുതുക. നമ്മൾ കൂടുതൽ വലിയ ഡെക്കറേഷനൊന്നും പോകണ്ട, ഉള്ള പരുവത്തിലൊക്കെ അങ്ങ് എഴുതിയാൽ മതി. കാരണം പുറത്തൊരു മൈനസ് ഉണ്ടെങ്കിൽ നമുക്കറിയാം അത് ലെസ് ദാൻ 0 ആണെന്നുള്ളത്. സോ ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്ക് പറയാം V എന്ന് പറഞ്ഞാൽ നമ്മുടെ വോളിയം ഈസ്, അതായത് വോളിയം ഓഫ് ദ സിലിണ്ടർ. അതാണ് നമ്മൾ എഴുതി തുടങ്ങിയത്. വോളിയം ഓഫ് ദ സിലിണ്ടർ ഈസ് മാക്സിമം.
നമ്മൾ തൊട്ട് മുമ്പത്തെ പാർട്ട് 1ഉം പാർട്ട് 2ഉം പാർട്ട് 3 പാർട്ട് 4 വരെ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ നമ്മൾ ചെയ്യുമ്പം ഇവിടം വരെയുള്ള പോർഷൻസൊക്കെ വളരെ എളുപ്പമാകാനാണ് സാധ്യത. ഇനിയുമാണ് അവർ നമ്മൾ രണ്ടാമത്തെ പാർട്ട് പറഞ്ഞിരിക്കുന്നത്. വോളിയം ഈസ് ഈക്വൽ ടു 4/27 പൈ എക്സെട്ര. ആ സാധനം പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് പാടുള്ള സംഗതിയല്ല, ഇച്ചിരി ട്രിക്കിയാണ്. അപ്പം നമുക്ക് കഴിയാം. വോളിയം ഓഫ് ദ സിലിണ്ടർ എന്ന് എഴുതാം. വോളിയം ഓഫ് ദ സിലിണ്ടർ ഈസ് πh/r ഇൻറ്റു r square minus small r cube is equal to πh/r ഇൻറ്റു r ഇൻറ്റു സ്മോൾ ആർ സ്ക്വയറിൻ്റെ വാല്യൂ, അത് മുകളിലുണ്ട്. സ്മോൾ ആർ സ്ക്വയറിൻ്റെ വാല്യൂ 2r/3. അപ്പോൾ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2r/3 ദ ഹോൾ സ്ക്വയർ മൈനസ് ആർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 2r/3 ദ ഹോൾ ക്യൂബ്. ആറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈസ് ഈക്വൽ ടു πh/r ഇൻറ്റു 2r/3 ദ ഹോൾ സ്ക്വയർ കോമൺ എടുക്കുക. അതാണ് എപ്പോഴും നല്ലത്. നമുക്ക് സിംപ്ലിഫിക്കേഷൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ബാലൻസ് ഉള്ള വാല്യൂ എന്ന് എഴുതാമല്ലോ. r മൈനസ് 2r/3 ദ ഹോൾ ക്യൂബിൽ നിന്ന് ഒരു 2r/3 ദ ഹോൾ സ്ക്വയർ കോമൺ എടുത്തു. ബാക്കി 2r/3 ആണ്. സോ πh/R ഇൻറ്റു 2r/3 ദ ഹോൾ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്യുക. 4r² 9 ഇൻറ്റു എൽസിഎം എടുക്കുക. 3r മൈനസ് 2r. 3r മൈനസ് 2r എന്ന് പറഞ്ഞാൽ 3 മൈനസ് 2 r/3. നമുക്ക് 4/27 പ്രൂവ് ചെയ്യേണ്ടത്. ഈ ഇപ്പം കിട്ടിയ ആൻസറിൽ 4/27 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് ഇവിടെ ഒരു 4 ഉണ്ട്. താഴെ ഒരു 9 ഇൻറ്റു 3 ചെയ്താൽ 27 കിട്ടും. ആ 4/27 നമ്മളൊന്ന് മാറ്റി എഴുതുന്നു. 4/27 ഇൻറ്റു ക്വസ്റ്റ്യൻ ആൻസറിലൊരു പ്രൂവ് ചെയ്യേണ്ട സ്ഥാനത്തൊരു പൈ ഉണ്ട്. ഇവിടെയും ഒരു പൈ ഉണ്ട്. ആ പയ്യെ മാറ്റി എഴുതുന്നു. പൈ ഇൻറ്റു ഈ ആർ സ്ക്വയർ ആറും ക്യാൻസലായി പോകും. പിന്നെ ഇവിടെ ഒരു എച്ച് ക്യൂബ് വേണം. നമുക്കൊരു എച്ച് ഉണ്ട് ഓൾറെഡി. ഇൻറ്റു അഡീഷണലായിട്ട് നമുക്കൊരു സാധനം ഉള്ളത് ആർ സ്ക്വയർ ആണ്. പക്ഷേ നമുക്ക് പ്രൂവ് ചെയ്യുന്നത് ഒരു ടാൻ സ്ക്വയർ ആൽഫയുണ്ട്. അപ്പം നമ്മുടെ അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നിരിക്കുന്ന ഫിഗറിൽ നിന്ന് ഈ ടാൻ ആൽഫ കണ്ടുപിടിക്കുക. ഈ ട്രയാങ്കിളിൽ നിന്ന് ടാൻ ആൽഫ കണ്ടുപിടിക്കുക. ടാൻ ആൽഫ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ് ടാൻ ആൽഫ. അപ്പം നമ്മൾ ഈ ട്രയാങ്കിൾ ADE എടുക്കുക. അതിൽ ട്രയാങ്കിൾ ടാൻ ആൽഫ എടുക്കുന്നു. ഈ ടാൻ ആൽഫയാണ് നമുക്ക് വേണ്ടത്. സോ ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു ആൽഫയുടെ ഓപ്പോസിറ്റ് സൈഡ്, അതിവിടെ DE ആണ്. ഇതാണ് നമ്മുടെ ആൽഫയുടെ ഓപ്പോസിറ്റ് സൈഡ്. ഈ ഇത് അഡ്ജസൻറ്റ് സൈഡാണ്. അത് നമ്മുടെ അഡ്ജസൻറ്റ് സൈഡാണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ DE ആണ്. DE ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ AD ആണ്. സോ DEയുടെ വാല്യൂ നമുക്കറിയാം. D എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദ കോണാണ്, ക്യാപിറ്റൽ R, ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണ്, അതായത് കോണിൻ്റെ ഹൈറ്റ് ആണ്, H. ഇവിടെ നിന്ന് ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. R ഈസ് ഈക്വൽ ടു H ഇൻറ്റു ടാൻ ആൽഫ. ഈ കിട്ടിയ ആറിൻ്റെ വാല്യൂ നമുക്ക് തൊട്ട് മുമ്പ് കിട്ടിയ വോളിയത്തിൽ ഇട്ട് കൊടുക്കുക. വോളിയത്തിൽ ആറിന് പകരം ഇട്ട് കൊടുക്കുക. സോ V ഈസ് ഈക്വൽ ടു 4/27 ഇൻറ്റു പൈ ഇൻറ്റു H ഇൻറ്റു ആർ സ്ക്വയർ. ആർ എന്ന് പറഞ്ഞാൽ H ടാൻ ആൽഫയാണ്. അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ H സ്ക്വയർ ഇൻറ്റു ടാൻ സ്ക്വയർ ആൽഫ. നമ്മൾ ഈ V ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാൽ നമ്മുടെ ജോലി കഴിഞ്ഞു. വോളിയം ഈസ് ഈക്വൽ ടു 4/27 ഇൻറ്റു പൈ ഇൻറ്റു H ഇൻറ്റു H സ്ക്വയർ, H ക്യൂബ് ഇൻറ്റു ടാൻ സ്ക്വയർ ആൽഫ. നമുക്ക് കിട്ടേണ്ട രണ്ടാമത്തെ കാര്യവും കിട്ടിക്കഴിഞ്ഞു. ഇത് വളരെ രസകരമായ ഒരു ക്വസ്റ്റ്യനാണ്. നന്നായിട്ട് എഴുതി പഠിച്ചോണം.